ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി ബി വിത്ത് അപ്ഷാന. നമ്മളിന്ന് ലുലുവിടെ ഓഫർ കണ്ടിട്ട് പോയതാണ്. നല്ല തിരക്കാരെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. പക്ഷേ അകത്ത് കയറിയപ്പോൾ ഞാൻ കരുതി എന്ത് കണ്ടിട്ടാണ് ഇത്ര ആൾക്കാർ വന്നിരിക്കുന്നതെന്ന്. കാരണം നോർമലി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം മനസ്സിലാവും വലിയ ഓഫറൊന്നും ഇട്ടിട്ടില്ല. സാധാരണ റേറ്റ് നമ്മളിപ്പോൾ ആഴ്ചയിൽ പോകുമ്പോൾ ഉള്ള റേറ്റുകൾ തന്നെയാണ് മിക്ക സാധനങ്ങൾക്കുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര തിരക്കാക്കിയിട്ട് പ്രൊമോട്ടേഴ്സും ആൾക്കാരൊക്കെ വന്നിട്ട് ഏതാണ്ട് ചന്ത മാർക്കറ്റിൽ വിളിച്ചു പറയുന്ന പോലെ ആയിരുന്നു. വളരെ ബോറായിട്ടുള്ളൊരു സെയിലായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ഓരോ ഏരിയയിലും പ്രൊമോട്ടേഴ്സൊക്കെ നിന്നിട്ട് എന്താ പറയുക, 10 രൂപയ്ക്ക് 100 എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ 10 100 എന്നൊക്കെ പറയൂലേ, ആ ഒരു രീതിയിലായിരുന്നു അവിടെ കച്ചവടം നടന്നിരുന്നത്. ഇപ്പോൾ ചോപ്പറൊക്കെ ആണെങ്കിൽ വേഗം വാ എന്നൊക്കെ പറഞ്ഞ് തിരക്കുണ്ടാക്കുക അവിടെ. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രൊമോട്ടേഴ്സൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതാക്കിയത്. ഞങ്ങളെടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് ഇറങ്ങി. കാരണം ആ തിരക്കിലും ഇതിലും വലിയ ഓർത്തില്ലാത്ത സാധനങ്ങളാണ് വാങ്ങിക്കുന്നതെന്ന് തോന്നിയോണ്ട് നമ്മൾ ഇറങ്ങി. കാരണം മിക്കപ്പോഴും വരുന്ന ഐറ്റംസൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഓഫറിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. നേരെ ജസ്റ്റ് ചുറ്റിയടിച്ച് പിള്ളേരായിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സ്ഥലത്തും ഓഫറുകൾ എന്തൊക്കെയാണെന്നൊക്കെ വെറുതെ ഇങ്ങനെ നടന്നൊക്കെ നോക്കി. ഞങ്ങൾ ആകെ എന്താ പറയുക, വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ലാപ്ടോപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ ലുലു കണക്റ്റിലേക്ക് പോയി. കണക്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ സെലിബ്രേറ്റിൽ കയറിയായിരുന്നു. സെലിബ്രേറ്റിൽ കയറിയതിന് ശേഷം അവിടെ നിന്ന് മുകളിലേക്ക് പോയി കണക്റ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് എല്ലാ സ്ഥലത്തും. കുറച്ച് മുകളിലേക്ക് വേറെ ഷോപ്പുകളിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. ആളുകൾ എന്താ പറയുക, ക്യാഷ് മുഴുവൻ ലുലുവിൽ കൊണ്ടുവന്ന് സാധനം വാങ്ങിച്ച് തീർക്കാമെന്ന് പറയില്ലേ, അതേ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി. അതിനുശേഷം മുകളിൽ സെലിബ്രേറ്റ് ചെയ്ത് നേരെ കണക്റ്റിലേക്ക് കയറുക ചെയ്തത്. കണ്ടോ, ഓഫേഴ്സൊന്നും വലിയ കാര്യമായിട്ടില്ല. ഞങ്ങൾക്ക് അത്ര വലിയ കാര്യമായിട്ട് ഓഫറായിട്ടൊന്നും അത് ഫീൽ ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഏകദേശം വില അറിയാമല്ലോ. അപ്പോൾ ഇതാ HP ഈ ലാപ്ടോപ്പാണ് എടുത്തത്. വീഡിയോ അലൗഡ് അല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണതുകൊണ്ടിട്ട് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് എടുത്തായിരുന്നു. എൻ്റെ മാക്ബുക്ക് എയറിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി. അപ്പോൾ ഇനി അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചിട്ട് പതിയെ ശരിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരെണ്ണം എന്തായാലും തൽക്കാലത്തേക്കെന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ വേറൊരു ഓഫർ അവിടെ ഉണ്ട്. അതായത് 50,000 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപ, അത് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപ റിഡക്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഇതാ തിരക്ക് ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്തായാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് ഗെയിമൊക്കെ കളിച്ച് ഫുഡൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ താഴോട്ടൊന്ന് നോക്കിയതാണ് മുകളിൽ കയറിയിട്ട് ഫുഡ് കോർട്ടിൽ വെച്ചിട്ട്. നേരെ സാധനങ്ങളൊക്കെ തള്ളി കയറി ഞങ്ങളിതാ ഗെയിം കളിക്കണോടത്ത് എത്തി. അല്ലുവിനും ഇച്ചുവിനും ഗെയിം കളിക്കണമെന്ന് വെച്ചിട്ടാണ് മെയിനായിട്ട് വന്നത്. വെക്കേഷനാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ വന്നപ്പോഴത്തേക്കും എന്തായാലും ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതാണ്. അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് ഗെയിമൊക്കെ കളിക്കുകയായിരുന്നു ഞങ്ങൾ. പല വെറൈറ്റി ഗെയിംസ് ഉണ്ടായിരുന്നേ. ചിലതൊക്കെ ഞങ്ങൾ കയറി, ചിലതൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ചു. കാരണം ഇതിലൊന്നും കയറാനായിട്ട് പിള്ളേർക്കും എനിക്കൊന്നും ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ചെയ്തൊന്നുമില്ല. എല്ലാവരും കളിക്കണയൊക്കെ കണ്ട് ആസ്വദിച്ചു. വളരെ ചെറിയ ഗെയിംസ് മാത്രമാണ് ചെയ്തത്. കാർ ഓടിക്കൽ, അതുപോലെ തന്നെ ബൈക്ക് റൈസിങ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാത്രമാണ് ചെയ്തത്. നല്ല കളർഫുള്ളായിരുന്നു അവിടെ കാണാനായിട്ട്. ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു.
കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫർ ഉണ്ടായിരുന്നു. 2000 റുപ്പീസിന് റീചാർജ് ചെയ്താൽ 4000 റുപ്പീസ് നമുക്ക് ഗെയിംസ് കളിക്കാം. 1 ഇയർ വാറണ്ടിയോട് കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചു. ലാസ്റ്റ് കാർ ഓടിക്കുകയാണ്. അങ്ങനെ കളിച്ച് അവശതയായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രൂട്ട് പേന്ന് ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു. ഷോർട്സ് പോലത്തെ ജ്യൂസായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കാപ്പിയും പഴംപൊരിയും വാങ്ങിച്ചായിരുന്നു. അതുപോലെ തന്നെ അൽബേക്കിന്ന് ചിക്കൻ പോപ്കോണും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അൽബേക്കിന്ന് സാധനം കിട്ടാൻ ലേറ്റായി. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, ടാറ്റ.